മഴക്കാലം എങ്ങനെ ആസ്വാദ്യകരമാക്കാമെന്ന് ചിന്തിക്കാതെ ഇപ്പം എന്താ വഴി? എല്ലാ ദിവസവും നല്ല മഴയല്ലേ, എല്ലാവരും വീട്ടിൽ തന്നെ കുത്തിയിരിക്കായിരിക്കും അല്ലേ? അപ്പോഴാണ് ഇവിടെ ഞങ്ങളോട് റബേക്ക മോൾ ചോദിച്ചത്, അമ്മയും പപ്പയും മഴയത്ത് വിളിച്ചിട്ട് എത്ര നാളായെന്ന്. അമ്പടാ, അതൊരു ചോദ്യമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ടെറസിൻ്റെ മുകളിലേക്ക് പോയി. അവിടം വരെ ചെന്നപ്പോഴേക്കും എനിക്ക് മഴയത്തിറങ്ങാൻ തോന്നുന്നേ ഇല്ല കേട്ടോ, എനിക്ക് തണുക്കാൻ വയ്യാന്നൊരവസ്ഥയായിരുന്നേ. അപ്പം നമ്മുടെ പപ്പായ മരം ഇങ്ങനെ ചാഞ്ഞ് ടെറസിലേക്ക് പോകുന്നു. പാവം, അതിനും ഈ കാറ്റത്ത് പിടിച്ച് നിൽക്കാൻ പറ്റുന്നില്ല, എല്ലായിടത്തും മരങ്ങൾ ഒടിഞ്ഞു വീഴും, എന്തൊക്കെയാണ് നടക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ ഞങ്ങളുടെ പപ്പായ ഇങ്ങനെ ചാഞ്ഞ് വന്നതുകൊണ്ട് അതിലുള്ള മൂത്ത കായ്കളൊക്കെ നമ്മളിങ്ങനെ പറിച്ചെടുത്തു. പിന്നെ പടവലം ഉണ്ടായിരുന്നു, അതൊക്കെ പറിക്കാൻ വേണ്ടി ഡോപ്പിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. അങ്ങനെ ഡോപ്പി അവരുടെ കൂടുതലങ്ങ് ഇറങ്ങി കേട്ടോ. പിള്ളേർ ടെറസിൻ്റെ മുകളിൽ ഇങ്ങനെ കിടക്കുന്നു, അവിടെ കിടന്ന് ഉരുളുന്നു, അങ്ങനെയുള്ള പരിപാടികളൊക്കെ ആയിരുന്നു. കാരണം കുറച്ച് വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുന്നുണ്ട്. പ്രോപ്പറായിട്ട് അങ്ങനെ വെള്ളം ഒഴുകി പോകാനുള്ളൊരു സ്ഥിതി കിട്ടുന്നില്ല. വെള്ളം ഒഴുകി പോകാനൊരു അവസരം വേണ്ടേ. അപ്പോൾ അങ്ങനെ അപ്പോൾ ഇതുങ്ങൾ കുറേ നേരം എന്നെ നിർബന്ധിച്ച അവസാനം വലിച്ചു ഉന്തി വെന്നിയും കൂടി ഇറക്കി കേട്ടോ. അവരുടെ ഒരു സന്തോഷത്തിന് ഞാനും കൂടെ ഇറങ്ങി. എന്തായിരുന്നു ഒരു സുഖമെന്നറിയാവോ. ശരിക്കും ഞാൻ പിന്നെ ഓർത്തു, മാറി നിൽക്കാതെ ആദ്യമേ ഇറങ്ങിയാൽ മതിയായിരുന്നു. ചെറുപ്പത്തിലൊക്കെ നമുക്ക് ഡാഡിയുടെയും മമ്മിയുടെയൊക്കെ അനുവാദം ചോദിച്ച് നടക്കണമല്ലോ, ഒന്ന് ഞാൻ ഇറങ്ങട്ടെ, മഴയത്ത് കുളിക്കട്ടെ എന്നൊക്കെ ചോദിക്കാൻ. പക്ഷേ ഇപ്പം നമുക്ക് സ്വന്തമായിട്ട് ഇറങ്ങാമെന്നായപ്പോൾ മടിയായി, ഭയങ്കര മടിയായി എനിക്ക് ഇറങ്ങാനായിട്ട്. എന്നാലും ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും ശരിക്കും ഒന്ന് മനസ്സൊക്കെ ഒന്ന് ഫ്രീ ആയി കേട്ടോ. ഈ പിള്ളേരുടെ കൂടെ അവരുടെ കളികളും കളിച്ച് ഈ വെള്ളത്തിലൊക്കെ ഇങ്ങനെ തുള്ളിച്ചാടി നടന്നു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ സ്ട്രെസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ മഴക്കാലമാകുമ്പോൾ നമ്മൾ ഈ വീടിനുള്ളിൽ തന്നെ ഇരിക്കുമ്പോൾ ഉള്ള ഒരുതരം മുഷിപ്പൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് മാറി നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് ഫ്രീ ആകും കേട്ടോ. പിന്നെ ഞങ്ങളെല്ലാവരും കുറേ നേരം അവിടെ നിന്നു. സാറമോളി പറഞ്ഞ പോലെ മഴയത്ത് നനയണ്ട, ഇനി വരെ തുമ്മലോ പിടിച്ചാലോ, സ്കൂൾ തുറക്കാൻ അധിക ദിവസം ഇല്ലല്ലോ, അപ്പോൾ അതൊക്കെ പറഞ്ഞിട്ട് അവളും വന്നില്ല കേട്ടോ. അപ്പം ഞങ്ങളിങ്ങനെ പിന്നെ ചെറുതുങ്ങൾക്ക് പിന്നെ അങ്ങനെ നോട്ടമൊന്നും ഇല്ലല്ലോ, എന്ത് തുമ്മൽ എന്ത് പനി വന്നാൽ നമ്മൾ അവരെ കൊണ്ടുപോകുന്നു, അത്രയേ ഉള്ളൂ. അതാണ് മൈൻഡ്. എന്നിട്ട് ചോദിക്കുമായിരുന്നു, അമ്മ എനിക്കൊന്നും വരാതിരിക്കാനുള്ള വരുമല്ലോ അല്ലേ എന്നൊക്കെ. അങ്ങനെ കുറേ നേരം കളിച്ചു. അതിന് ശേഷം ഇതെല്ലാം കെട്ടിപ്പറക്കി ഞങ്ങൾ താഴേക്ക് വന്നു, വീണ്ടും വാഷ്റൂമിൽ കുളിച്ചു. അതിന് ശേഷം അപ്പോഴേക്കും വിശന്നു, നല്ല വിശപ്പായി. അങ്ങനെ ഫുഡ് എടുത്ത് എല്ലാവരും കൂടി കഴിച്ചു. അപ്പം നാളെ കാണാം. അതുവരേക്കും ബൈ.